സുന്ദരിക്ക് പൊട്ടുതൊടൽ. ഈശ്വര സുന്ദരി ഇത് ഞാൻ തന്നെ പിന്നിൽ ഇത്രയും പ്രശംസിക്കാറില്ല. പാളിന്ന് എനിക്കറിയാം. പറ്റില്ല ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങോട്ട് പോയി. എന്റെ കുറെ ഫ്രണ്ട്സ് വരും വീട്ടില് ഫുഡ് കഴിക്കാൻ. അതൊക്കെയാണ് എന്റെ. പിന്നെ നമുക്ക് നോൺ വെജ് ഉള്ള ഓണം, അതും ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. ഇതിലേക്ക് ചിക്കനും ബീഫും ഇല്ലാതെ എന്തോണം ഇല്ല, ഞങ്ങൾക്ക് അവിടെ നോൺ വെജ് ഉണ്ടാവും, മസ്റ്റാണ്. എന്നന്ന് പറഞ്ഞിരുന്നു, 12 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മേ ബി പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടും കുറെ പുലിവാലി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങള് പറയാറുണ്ടല്ലോ. ഇനി അതായത് നിങ്ങളുടെ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള മെമ്മറീസ് എന്താ കുട്ടിക്കാലത്ത്? ഇപ്പം നമ്മൾ ഓരോ നാട് മാറുന്നതിനനുസരിച്ച് ആഘോഷങ്ങളും അതിൻ്റെ രീതികളൊക്കെ മാറും. ഇപ്പം കണ്ണൂർ ആ ഭാഗത്തേക്ക് വേറെ രീതിയിലാണെങ്കിൽ ഇപ്പം അടൂർ അങ്ങോട്ട് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾ അങ്ങനെ പല പല രീതിയിലായിരിക്കും. അപ്പം നിങ്ങളുടെ പണ്ടത്തെ ഓണം മെമ്മറീസ് എന്താ? ഭയങ്കര ഭയങ്കര നല്ല കോർ മെമ്മറീസ് എന്താ ഓണത്തിൻ്റെ? ആക്ച്വലി ഞങ്ങളുടെ 3 പേരുടെ ഏകദേശം ഒരേപോലത്തെ ഏരിയ. ഞങ്ങളെല്ലാം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള. നിഖില മാത്രമാണ് വ്യത്യസ്തമായി. ഞങ്ങളുടെ എനിക്കറിയില്ല, എൻ്റെ നാട്ടിലൊക്കെ വേറെ ഭയങ്കര ഓണമാണ്. ഭയങ്കര ഓണപ്പരിപാടി, ഈ ഓണപ്പൂക്കളം മത്സരം, ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ ഓർമ്മ. എൻ്റെ വീട്ടിൽ ജനറലി എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനൊന്നും അങ്ങനെ വലിയ ആഘോഷങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് എല്ലാ ഓണം എന്ന് പറഞ്ഞാൽ ഇറന്നിട്ട് ഒത്തിരി സദ്യ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നതാണ്. അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ പൂക്കളിടുന്നതും എപ്പോഴും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് പൂക്കളിടുന്നത്. എൻ്റെ അമ്മ ഞാൻ പൂക്കളിടുമ്പോൾ വന്നിട്ട് ഇതൊക്കെ പ്രാന്താണ് എപ്പോഴും പറയും, എനിക്ക് എന്തിൻ്റെ പ്രാന്തമാണ്, ഞാൻ ഇത്രയും വലിയ പൂക്കളൊക്കെ ഇടുള്ളൂ, ചെറുതൊന്നും ഇടില്ല. വീട്ടില് പൂക്കളിടുക, മറ്റേ സദ്യ ഉണ്ടാക്കുക, എൻ്റെ കുറെ ഫ്രണ്ട്സ് വരും വീട്ടിൽ ഫുഡ് കഴിക്കാൻ. അതൊക്കെയാണ് എൻ്റെ. പിന്നെ നമുക്ക് നോൺ വെജ് ഉള്ള ഓണം, അതും ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. ഇതിലേക്ക് ചിക്കനും ബീഫും ഇല്ലാതെ എന്തോണം ഇല്ല. ഞങ്ങൾക്ക് അവിടെ നോൺ വെജ് ഉണ്ടാവും, മസ്റ്റാണ്. പക്ഷെ നമ്മുടെ അങ്ങനെ ഇല്ലല്ലോ. ഞങ്ങൾക്ക് സദ്യ നോൺ വെജ് ഇല്ല. ഒറിജിനൽ ഓണം ചിലയിടത്ത് സദ്യക്ക് നോൺ വെജ് വരും. പക്ഷെ എല്ലാവരും ഞങ്ങളെ മലപ്പുറത്തേക്കില്ല കേട്ടോ, അങ്ങനെ അറിയില്ല. എന്റെ ചേച്ചി കല്യാണം കഴിച്ചേക്കുന്ന കണ്ണൂരാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഞങ്ങൾക്കൊരു മീൻ വറുത്തതെങ്കിലും ഇല്ലാത്ത ഓണം. ഞാൻ അനുജി പറ, നിങ്ങളുടെ ചെറുപ്പത്തിലെ ആ ഒരു എന്തെങ്കിലും നല്ല മെമ്മറീസ് ഞാൻ ചോദിച്ചത്. ഇല്ല, എപ്പോഴും ഇഷ്ടമായിട്ടുള്ളത് ഇപ്പൊ ഇല്ലാത്തതും ശരിക്കും എനിക്ക് തോന്നുന്നു അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. കാരണം ഉത്രാടം നമ്മുടെ വീട്ടിൽ തന്നെയാണ്. ഇപ്പോഴാണ് ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉത്രാടം സിസ്റ്റർ ഇൻ ലോന്റെ വീട്ടിലാണ് നമ്മള്. തിരുവോണം ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ മുമ്പത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തിരുവോണത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ട് പിന്നെ അമ്മയുടെ വീട്ടിലേക്കാണ് പോവുക. അതെന്ന് പറയുന്നത് അമ്മയുടെ ബാക്കി സഹോദരങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ തിരുവോണത്തിന്റെ അന്ന് അവരുടെ വീട്ടിലെ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരും. പിന്നീടുള്ള 2 ദിവസം എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അപ്പനും അമ്മൂമ്മയൊക്കെ മരിച്ചുപോയി. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇല്ലാത്തതും പണ്ട് ഒരുപാട് എൻജോയ് ചെയ്തതും ഇപ്പൊ മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അതായിരിക്കും. അല്ലാണ്ട് ഈ പൂക്കളവും സദ്യയൊക്കെ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. ഒരുപക്ഷെ അന്ന് കിട്ടുന്ന ഓണക്കോടി ആയിരിക്കും ഇയർലി വൺസ് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ആവശ്യം വരുമ്പോൾ ഓടിപ്പോയി എടുക്കുന്നത് കൊണ്ട് ഓണക്കോടിക്കൊരു പുതുമയൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും എടുത്തു കൊടുക്കുന്നതിലായിരിക്കും ഒരു സന്തോഷം. പക്ഷെ പണ്ടത്തെ ഓണക്കോടി കിട്ടുന്നതെന്ന് പറയുന്നത് അത് എത്രയോ നാളത്തെ കാത്തിരിപ്പിന്റെ ഇടയ്ക്ക്. എന്റെയൊക്കെ നോർമലി ഒരു മിഡിൽ ഫാമിലിയാണ്. സോ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും മാമമാരുടെ കല്യാണം വരണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരെയും പോലെ ഉള്ളത്. പക്ഷെ അതല്ലാണ്ട് ഇപ്പം പെട്ടെന്നുള്ളൊരു ഓർമ്മ എന്താണ്, ഇപ്പം മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അമ്മ വീട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വലുതായതിനു ശേഷം പറഞ്ഞാൽ ഇപ്പം എന്താ പറയാ, നമുക്ക് അങ്ങോട്ട് ഓണക്കൂടി എടുത്തു കൊടുക്കേണ്ട ഒരു പ്രായത്തിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാലും അതാണ് ഇപ്പൊ വിഷു വന്നാലുള്ള പ്രശ്നം. കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അതിന്റെ ഒരു ത്രില്ല് പോയില്ലേ ഇപ്പൊ? ശരി, വലുതായതിനു ശേഷമുള്ള നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് തന്നെയാണോ? അല്ലെങ്കിൽ ഇപ്പൊ ഇല്ല, അതാ പറഞ്ഞു ഓണം പറഞ്ഞപ്പോഴും നമ്മളുടെ എല്ലാ ഓർമ്മ വരുന്ന കുട്ടിക്കാലത്ത്. പക്ഷെ ഞാൻ സത്യം
അയ്യോ. പിന്നെ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സദ്യയിലെ വിഭവങ്ങളുടെ ഓർഡർ അറിയോ നിങ്ങക്ക്? പച്ചടി, കിച്ചടി, അവിയല്, തോരൻ എല്ലായിടത്തും ഒരുപോലെ ആണോന്ന് എനിക്കറിയില്ല. നമ്മുടെ സദ്യ വ്യത്യാസം ഉണ്ടോ? ഞങ്ങളുടെ അവിടെ സദ്യയും ഇവിടുത്തെ സദ്യയും വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടെ മറ്റേ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും. നമ്മൾ ആദ്യം പരിപ്പൊഴിക്കും, പിന്നെ അതല്ലേ നീ ഉദ്ദേശിച്ചത്? അത് ലെഫ്റ്റ് സൈഡിലല്ലേ വെക്കണേ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ വെറുതെ ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഇലയുടെ കൈ ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ നിന്ന് വെട്ടിയ ഭാഗം റൈറ്റ് സൈഡിൽ, ദെൻ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോ പച്ചടി, കിച്ചടി, അവിയല്, തോരൻ, ഉപ്പെല്ലാം ഇങ്ങേറ്റത്തല്ലേ വെക്കുക. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് അച്ചാർ ഐറ്റംസ്, ഇഞ്ചി, ശർക്കര വരട്ടി, ഉപ്പേരി, പഴം, അങ്ങനത്തെ സാധനങ്ങള് എല്ലാം പോകും. പരികയില ആദ്യം വെക്കാന്ന്. പിന്നെ ചോറിനകത്താണെങ്കിൽ പരിപ്പും പപ്പടവും നെയ്യും ആദ്യം, പിന്നെ സാമ്പാർ, പിന്നെ പായസം കഴിഞ്ഞ് പുളിശ്ശേരി. ഇവിടെ അങ്ങോട്ട് സാമ്പാർ അതുപോലെ തന്നെ ഓണസദ്യയിൽ നിങ്ങൾക്ക് 4 പേർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവം അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയണം. എനിക്ക് കൂട്ടുകറി സദ്യയിലും നല്ല അല്ലാണ്ടും സദ്യയിലും ഇഷ്ടം പച്ചടി. പച്ചടി പച്ചടി ഉണ്ടാക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പറയണ റെസിപ്പി അതാണ് നമ്മുടെ പരിപാടി. കുമ്പളങ്ങ മഞ്ഞപ്പൊടിയിലും ഉപ്പിലും ഇട്ട് നന്നായിട്ട് ആദ്യം വേവിക്കും. കുമ്പളങ്ങയുണ്ട്, വെള്ളരിക്ക പച്ചടി. എനിക്ക് പലപ്പോഴും പച്ചടി കിട്ടുമ്പോൾ പീസ് കിട്ടാറില്ല. കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ ഇടും കഷ്ണം കിടക്കാൻ വേണ്ടിയിട്ട്. ദെൻ തൈര്, പിന്നെ കടുക് വറുത്തിട്ട് നമ്മൾ വേവിച്ച ആ വെള്ളരിക്ക അതിലിടുക, മിക്സ് ചെയ്യുക, കടുക് വറുത്ത് തീർന്നു. നിങ്ങളുടെ പച്ചടി വേറെയാ? അല്ല, ഞാൻ പച്ചടി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പച്ചടി ഓലൻ എങ്ങനെ ഉണ്ടാക്കും പറയൂ. കുമ്പളങ്ങ പയറ് ഒക്കെ കൂടെ വേവിക്കുക, പയർ വേറെ വേവിക്കുക, കുമ്പളങ്ങ വേറെ വേവിക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, പച്ചമുളക് ഇടുക, അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക, ആദ്യം 2 പാൽ ഒഴിക്കുക, 3 പാൽ ഒഴിക്കുക, പിന്നെ 2 പാൽ ഒഴിക്കുക, പിന്നെ 1 പാൽ ഒഴിക്കുക, കറിവേപ്പില, വെളിച്ചെണ്ണ, തീർന്നു. അടിപൊളി. ഞാൻ അഞ്ചരന്റെ ഫേവറേറ്റ് പപ്പടം, പപ്പടം പഴം പായസം. ഇല്ല, സത്യം പറഞ്ഞോ? എന്താ സദ്യയിൽ ഏറ്റവും ഇഷ്ടം പപ്പടം പഴം പായസം മിക്സ് ചെയ്തിട്ടില്ല. എന്താ പായസം ഇഷ്ടപ്പെട്ട പായസത്തിന്റെ റെസിപ്പി ഉണ്ടാക്കുന്ന എന്തിനാ ഉണ്ടായിട്ട് വരുമല്ലോ. അങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് പൊതുവെ വെജിറ്റേറിയൻ ഡിഷ് എനിക്ക് അറിയില്ല ഉണ്ടാക്കാൻ. നോൺ വെജ് എല്ലാം ഉണ്ടാക്കും. ഈ പറയുന്ന പോലെ വെജിറ്റേറിയൻ അവിയല് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. കടുവറുത്തുക പറയുന്ന സാധനങ്ങളില്ല. ആ പ്രോസസ് ഒന്നും നോൺ വെജിറ്റേറിയൻ ഞാൻ ചെയ്യാറില്ല. ഇല്ലല്ലോ. അല്ല, ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യാറില്ല. നോർമലി നിങ്ങളുടെ നോൺ വെജിൽ കടുക് വറുത്തിടുക. കണ്ണൂരൊക്കെ മീൻകറിയിലൊക്കെ കടുക് വറുത്തിടും. എനിക്കറിയില്ല. തേങ്ങ അരച്ചുള്ള കറികളില്ലേ, അതൊന്നും എനിക്കറിയില്ല. ന്യൂസിലാൻഡിന്റെ ഇഷ്ടപ്പെട്ട വിഭവം കൂട്ടുകറി എന്ന് പറഞ്ഞു. അതിന്റെ റെസിപ്പി പറയൂ. എനിക്കാകെ 3 ഐറ്റം ഉണ്ടാക്കാൻ അറിയുള്ളൂ. പപ്പടം, മുട്ട ഓംലെറ്റ്, ദോശ മാവരച്ചെന്ന് ഉണ്ടാക്കും. അപ്പൊ 3 ഐറ്റം ഏതാ? പപ്പടം കാച്ചാൻ അറിയാം. പപ്പടം കാച്ചാൻ, പിന്നെ ചായ ഇടും, കാപ്പി ഇടും, അതിന്റെ എല്ലാ ഐറ്റവും ഇടും. കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാന്ന് അറിയില്ല. കൂട്ടുകറിക്കകത്ത് ഉള്ള ഐറ്റംസ് ഒക്കെ അറിയാം. ചേമ്പ്, ചേന, പിന്നെ സാധനങ്ങളൊക്കെ, കടല, അതൊക്കെ വേവിക്കുക, എന്നിട്ട് തേങ്ങ വറുക്കുക. തേങ്ങ വറുത്തിട്ട് പിന്നെ അതിനകത്ത് എപ്പോഴും ടേസ്റ്റ് ഉള്ള സാധനം വരുന്നത് നമ്മുടെ പെപ്പർ. ഓക്കെ. ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓണത്തിന്റെ ഒരു 5-6 ചൊല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. തുടക്കം ഞാൻ പറയും, ബാക്കി നിങ്ങൾ പറയാം. എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ആകെ 5. ഓണത്തിനിടയിൽ അല്ലേ പറഞ്ഞ ഞാൻ ആകെ 5 അത്തം 10 അല്ല, അത്തം 10 അത്തം കറുത്താൽ ഓണം വെളുക്കും. ഓക്കെ. നിങ്ങളുടെ നാട്ടിലതുണ്ട്. അത്തം കറുത്ത ഓണം വെളുക്കും. കേരളത്തിലല്ലേ മൊത്തത്തിൽ ഓണം? അതോ കണ്ണൂര് അങ്ങോട്ടൊന്നും അങ്ങനെയല്ല, എല്ലായിടത്തും തന്നെ അത്തം കറുത്ത ഓണം വെളുക്കുന്നതിന് നമ്മൾ ഓണം വെളുക്കും. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനും കുമ്പളൊക്കെ തന്നെ കഴിഞ്ഞു. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരനും. നിങ്ങൾ രണ്ടുപേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലല്ലോ ടാസ്കില്. പറഞ്ഞു പഠിക്കട്ടെ, പറഞ്ഞേ പറ്റൂ. ഇനി ഉള്ളത് കൊണ്ട് കാണം വിറ്റും ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ തിരുവോണം. അല്ലല്ല, മഴ പെയ്യുന്നതാണോ? അതൊന്നുമല്ല, ഇത് വേറെ. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ തിരുവോണം. അറിയില്ല. അച്ചിമാർക്കൊക്കെ വെപ്രാളം. വെപ്രാളം. അതായത്
ഉത്രാടം തലേസല്ലേ അപ്പത്തേനും പിറ്റേസ്തിക്കുള്ള വീട്ടിലെ അമ്മമാർക്കൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എനിക്കത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെ വെപ്രാളം. ഇനി അടുത്തത് അച്ഛന്മാർക്ക് വെപ്രാളം കിട്ടും. ഞാൻ നീ അതെന്താ പറയാത്തത് വിചാരിച്ചിരിക്കുകയാണ്. ഓണം കേറ മുല അതത്രേ ഉള്ളോ? ഓണം കേറാൻ മൂലം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയില്ല. ഇനി അടുത്തത് അത്തം 10 പതിനോണം. അത്തം പത്തോണം. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. അത് ആദ്യം പറഞ്ഞപ്പോ 2 എണ്ണം വന്നിരുന്നു. അതെ, അപ്പൊ നമ്മൾ ഓണത്തിന്റെ പഴഞ്ചൊല്ലുകളും സാധനങ്ങളും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സിനിമയിലേക്ക് 1-2 ചോദ്യങ്ങൾ കൂടി. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ മൊത്തം സിനിമയാണ് നമ്മളെ കഥ ഇന്ന് വരെ അല്ലാണ്ട് മൊത്തം സിനിമേനെ പറ്റി നിങ്ങൾ എല്ലായിടത്തും കൂടി ചോദിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡോടെ നമുക്ക് ഇനി നമുക്കൊരു ടാസ്കും കൂടി ഇല്ല. സുന്ദരിക്ക് പൊട്ടു തുടങ്ങി. ഈശ്വരേ, സുന്ദരി കണ്ണൊക്കെ കെട്ടി നമ്മൾ പൊട്ടു തുടങ്ങണം. കറക്റ്റ് തൊട്ട് കഴിഞ്ഞാൽ വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ വിടൂല. ഞങ്ങൾ കള്ളം കാണിക്കില്ല, കണ്ണിങ്ങനെ അടച്ചു പിടിക്കാം. നമ്മൾ ഇവർക്ക് തൊട്ടാ മതി. അതാ അങ്ങനെയല്ല, വേറെ കേൾക്കണം. ക്ലോത്തിലിരിക്കും ഞങ്ങള്. ഞാൻ കാര്യം കേട്ടു. ഇപ്പം നിഖില ഭയങ്കര ചെറുപ്പം മുതൽ തന്നെ ഡാൻസർ ആയിട്ടുള്ള ഒരാളാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. അല്ല, ഞാൻ ഡാൻസ് കളിക്കാൻ പറയല്ല, അതല്ല പറയുന്നത്. ഇനി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ആക്ടേഴ്സും ഡയറക്ടറും ഒപ്പം ഇരിക്കുന്നത് ഭയങ്കര റെയർ ആയിട്ടാണ് കിട്ടാറുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് താരങ്ങളോട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഡയറക്ടറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പം ഒരു ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നാന്ന് പറഞ്ഞ സമയത്തു നിന്നൊക്കെ നമ്മൾ മാറി അല്ലെങ്കിൽ മാറ്റി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരിക്കും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ആസ് എ ഡയറക്ടർ നിങ്ങളാണ് നിങ്ങളുടെ കഥാപാത്രം എങ്ങനെയാവേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ എങ്ങനെയാവണമെന്ന് ഭയങ്കരമായിട്ട് വ്യൂ ഉള്ള ആൾ. അപ്പം നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ, ഒരു ചേഞ്ച് ശരിക്കും അതിനോടുള്ള ഒരു എന്താ പറയാ, ഒരു അഭിപ്രായം എന്താണ്? ആളുകൾ മാറുന്നത് അങ്ങനെ മാറ്റുന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഇത് ശരിയാവുന്നില്ല, അത് വർക്ക് ആവുന്നില്ല, അപ്പൊ നമുക്ക് ഇവരെ മാറ്റി വേറൊരാളെ, അതിന് പറ്റിയ ഒരാളെ വേണമെങ്കിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലോട്ട് മാറി നമ്മൾ പലപ്പോഴും കാസ്റ്റിംഗിലെ ചേഞ്ചസ് വരാറുണ്ടല്ലോ. അതിപ്പോൾ പൊതുവേ ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ക്യാരക്ടർ അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യും. നമ്മൾ നോക്കുന്ന എപ്പോഴും ചെയ്യുന്ന ആളുകളുടെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ആ കാണുന്ന ആളുകൾക്ക് ഇത് എന്തെങ്കിലും ഏത് തരത്തിൽ അവർക്ക് ഫീൽ ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന്, ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾ മേതിൽ ദേവികയുടെ കാര്യം പറഞ്ഞത്, ആ ക്യാരക്ടറിന് ഇപ്പം മേതിൽ ദേവിക എന്നൊരു ഓപ്ഷൻ നമുക്ക് ആദ്യം ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ആളില്ല. നമ്മൾ ആ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിനിമാ താരമല്ലാത്ത ആ ഏജിലുള്ള എന്നാൽ ആളുകൾ അറിയുന്ന ഒരു പബ്ലിക് ഫിഗറായിട്ട് ഒരാളെ കിട്ടിയാൽ നല്ല, അതാണ് നമ്മുടെ പ്രയോറിറ്റി. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ അടുത്തൊരു ഓപ്ഷനിലേക്ക് ഇങ്ങനത്തെ ആളാരാണ് എന്ന് നോക്കിയിട്ട് പോവുക. അതേപോലെ ചിലപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് നായികമാർ നമ്മൾ പൊതുവേ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്ഷൻ വെക്കും. ക്യാരക്ടർ നമ്മൾ നോക്കുമ്പോൾ ഈ ക്യാരക്ടർ ആര് ചെയ്ത്, അപ്പോൾ അവർ എപ്പോഴും പരിഗണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ചെയ്യുന്ന ആളുകൾ, അതായത് ഓൾറെഡി ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ മുന്നേ ചെയ്ത സിനിമകളായിരിക്കും നോക്കുക. നമ്മുടെ മനസ്സിലുണ്ടാകുന്നതല്ലേ. അപ്പോൾ ആ സിനിമകളിൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഈ ക്യാരക്ടർ ഇന്ന ആൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു ഓപ്ഷൻ ഫസ്റ്റ് വെക്കും. സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവും, അതായത് അവർ വന്നില്ലെങ്കിൽ ആര്. അപ്പം അങ്ങനെ 1-2 ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും പൊതുവേ നോക്കുക. പിന്നെ ഈ പറഞ്ഞാൽ പലപ്പോഴും ഡേറ്റിൻ്റെ പ്രശ്നങ്ങളോ, പിന്നെ പറയുമ്പോൾ ചിലർക്ക് പറഞ്ഞ പോലെ കഥ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ചെയ്യാൻ ഇല്ല എന്ന് തോന്നുന്നവരോ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ അടുത്തടുത്ത ഓപ്ഷൻ അങ്ങനെ നോക്കുക. അതായത് പൊതുവെ മറ്റു കാരണങ്ങളോ അങ്ങനെ ഡേറ്റ് ഇഷ്യൂ ആയിരിക്കും കൂടുതൽ, ഡേറ്റ് റെമ്യൂണറേഷൻ, ഈ 2 പ്രശ്നങ്ങളായിരിക്കും കൂടുതലും ആർട്ടിസ്റ്റുകൾ മാറാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഉള്ളൊരു മാറ്റമൊക്കെ അപൂർവമാണ്. അങ്ങനെ മാറ്റപ്പെട്ടാൽ തന്നെ അത് അവരെ അറിയിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ കൊടുത്തല്ല, ജനറലി പറയാം. അതായത് യൂഷ്വലി അങ്ങനെ സിനിമകളിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ചിലപ്പോൾ അവർക്ക് മേ ബി അതായത് നമ്മളായിരിക്കില്ല ഒരു ബെറ്റർ ഓപ്ഷൻ അവർക്ക് മേ ബി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ കാസ്റ്റ് ചെയ്ത ആളോട് പറയുകയോ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ഓഡീഷൻ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതും അവരെ അറിയിക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഓഡീഷന് നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഒന്നും അല്ലെങ്കിലും അവരുടെ ലൈഫിൽ നിന്ന് അവരൊരു സമയം എടുത്തിട്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊക്കെ ഒരു കഥ കേട്ടിട്ട് നമ്മളത് ഇഷ്ടപ്പെട്ടില്ല, നമ്മളത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ എടുക്കുന്ന സമയം പോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് പിന്നെ ആവശ്യമില്ല എന്നുള്ളതും പറയാം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഹോപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും അവരെന്തുകൊണ്ടാണ് ആ സിനിമയിൽ ഇല്ലാത്തത് എന്നുള്ളത്. വൺസ് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ വിളിച്ച് പറയാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ സിനിമയിൽ. അതാണ് സിനിമയിൽ ഏറ്റവും ഇല്ലാത്തൊരു കാര്യം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതായത് ഒന്ന് നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ അവരെ നമ്മളത് ഇങ്ങനെ പറയും ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ
നമ്മളത് കൺവേ ചെയ്യുന്നതും അവർ നാളെ അത് കണ്ട് മനസ്സിലാക്കുന്നതും വ്യത്യാസമാണ്. മറ്റേത് അവർക്ക് കുറച്ചുകൂടെ ഷോക്കിംഗ് ആയിരിക്കും എന്തുകൊണ്ട് ഇല്ല എന്നുള്ളത്. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ളത്, ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. മാറ്റുന്നത് ഇപ്പം അവരുടെ ചോയ്സ് ആണല്ലോ അവർക്ക്, പക്ഷെ നമ്മളെ അറിയിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന കാര്യം, ഇപ്പം നമ്മൾ സിനിമയെ ചുറ്റിപ്പറ്റി എത്ര നിന്നിട്ടുണ്ടെങ്കിലും കാര്യമില്ല, സിനിമയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുള്ളൂ എന്നുള്ളൊരു സാധനം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ 3 ആക്ടേഴ്സിന് എന്താ ശരിക്കും അങ്ങനെ തന്നെയാണോ ആ ഒരു സാധനം? നമ്മൾ എന്തൊക്കെ നമ്മുടെ എത്ര ഫ്രണ്ട്സാണെന്നോ അല്ലെങ്കിൽ നമുക്ക് അത്ര അറിയുന്ന ആൾക്കാരാണെങ്കിലും അതിന് അത്ര ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളിക്കുള്ളൂ എന്നുള്ളത് ഭയങ്കര സത്യമായിട്ടുള്ള കാര്യമാണോ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ഞാൻ വെറുതെ നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ആ സിനിമയ്ക്ക് നമ്മൾ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പം ഇപ്പം വിഷ്ണുവേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം ഇതിന് മുന്നേ ഉള്ള സിനിമകളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ അവർ ഇത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ, അവർക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ അവർ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നത് മേ ബി ഈ പറയുന്നത് പോലെ മേ ബി ഇവരെ കൊണ്ടുവന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെങ്കിൽ അതുമായിട്ട് അവർക്ക് കുറേം കൂടി റിസംബ്ലൻസ് തോന്നുന്ന ആൾക്കാരെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഞാനും എപ്പോഴും ഒരു സിനിമയിൽ നമ്മളെ കാസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധം പറയാറില്ല. നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം എന്നുള്ളത് കഴിഞ്ഞിട്ട് എന്നെ കാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യൂ എന്ന് ഞാൻ പറയാറില്ല. കാരണം അത് അവരുടെ ചോയ്സാണ്. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അവരെങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ആ സിനിമയ്ക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അനുശ്രീ ചേച്ചിനെ പറ്റി ലാൽജു സാർ പറഞ്ഞു ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അത് മണ്ടൻ ധൈര്യമാണോ സംശയം ഉണ്ട് എന്ന് പറയണ്ടായി, പക്ഷെ അതെന്താ ധൈര്യത്തിനെ പറ്റി പറഞ്ഞത്? അതങ്ങനെയല്ല, അന്നും ആ ഒരു ഷോയില് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ കൊടുത്ത മറുപടി ആയിരിക്കാം. പുള്ളി വിളിച്ചില്ലെങ്കിലും സാരമില്ല, ശരി എന്നന്ന് പറഞ്ഞിരുന്നു. 12 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ മേ ബി പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ടും കുറെ പുലിവാലി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലാണ്ട് ഞാൻ ശരിക്കും അത് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്കാരതിനെ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്ന കേട്ട് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യും, അതെനിക്ക് നെഗറ്റീവ് ആണോ, ഞാനത് പറയാൻ പാടുമോ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കണമായിരിക്കും. പക്ഷെ പ്രതികരണശേഷി ചില സ്ഥലങ്ങളിൽ ഇച്ചിരി കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലാതെ ഞാൻ അനുഭവിക്കുന്നു, വല്ലാണ്ടുണ്ട്. കാര്യക്കാരല്ല. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം നല്ല എന്താ പറയാ കോൺട്രവേഴ്സികളുള്ളവരാണ്. അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും പറയാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് വെച്ച് എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുവോ, ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റിക്കലി നിൽക്കണം, ഇല്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാണ്, അങ്ങനെ ചിന്തിക്കാറില്ല. എനിക്ക് പറയാനുള്ളത് ആരോടാണെങ്കിലും പറയും, അത്രേ ഉള്ളൂ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു സുഖമുണ്ട്. അത് കഴിഞ്ഞിട്ട് പുലിവാല് വരുവാണെങ്കിൽ അപ്പൊ നമുക്കത് കുഴപ്പമില്ല, നമ്മുടെ ആ ഒരു ഡോപ്പമീൻ ഹിറ്റുമായിട്ട് അതങ്ങ് ഇതായിട്ട് പൊക്കോളും. അല്ല, നമ്മൾ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കൂടി എന്തായാലും വരും. അത് കഴിഞ്ഞിട്ട് അയ്യോ ഞാനത് പറയണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരിക്കാനാണെങ്കിൽ നിങ്ങൾ പറയാൻ പോകരുത്. ഇതിന്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ വരും, കാണണം, കേൾക്കണം, കൊള്ളണം, അനുഭവിക്കണം എന്നുള്ളതാണെങ്കിൽ അതിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. അടിപൊളി. ഇനി നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊടാൻ. അതോടുകൂടി എനിക്ക് നല്ല അഭിപ്രായമാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മനുഷ്യന്മാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അവരെ തൊട്ട് അറിയാൻ പറ്റും, പൊട്ട് കറക്റ്റ് തൊടാൻ പറ്റും. അത് കാരണമായിരിക്കും ഫോട്ടോയിലാക്കണേ. അപ്പൊ നമുക്ക് നമ്മുടെ സുന്ദരിക്ക് പൊട്ട് തൊടൽ കൂടി ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ഓണം സെഗ്മെന്റ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ സുന്ദരിക്ക് പൊട്ട് തൊടാം. നിങ്ങളെ വിശ്വാസം, നിങ്ങളിലുള്ള ഒരേ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ കണ്ണ് കിട്ടുന്നില്ല. അങ്ങനെ പൊതുവെ ആരും കണ്ണിട്ടേണ്ടത് ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ മേക്കപ്പ് ഇട്ടോണ്ട് കണ്ണ് കിട്ടണില്ല. വെറുതെ കണ്ണ് കേടെടുത്തണ്ടല്ലോ. അപ്പോ വിശ്വാസം സംരക്ഷിക്കണം, എന്ത് വില കൊടുത്തും. ആരാണ് ആദ്യം? വിഷ്ണുവേട്ടൻ. തുടക്കം ഗുരു. കുറച്ച് മുന്നേ പറഞ്ഞ നിങ്ങൾ ഇതിലെന്തോ അത് ഞാൻ കുട്ടിക്കാലത്ത് തൊട്ടുന്നാ പറഞ്ഞത്. കണ്ണുറക്കൂല ഉറപ്പാ? ഞാൻ മുമ്പിൽ നിന്ന് നോക്കും, തുറന്നു അവിടെ വന്ന് നിൽക്കണം. ഇവിടെ വന്ന് നിൽക്കും, ഞാൻ അവിടെ നിന്ന് വിടാം. കണ്ണ് തുറക്കരുത് കേട്ടോ. കണ്ണ് തുറന്നാ കണ്ണടക്കി. ഏയിലുള്ള ഏതൊരു സുന്ദരിയാണെന്ന് തോന്നുന്നു. അമ്മയാണേ സത്യം കണ്ണ് തുറക്കില്ല എന്ന് സത്യം പറഞ്ഞ. ഞാൻ തുറക്കില്ല. തല കേട്ടോ. തല എന്തും കറങ്ങൂല, ഒന്നുകൂടി കറങ്ങുമോ? ശരി. അതെങ്ങനെ ഇങ്ങോട്ട് തന്നെ? പോരെ, കറക്റ്റാ പോരെ.
കണ്ണ് ശക്തമായി അടയ്ക്കണം. എവിടെയാണ് നീ? എന്റെ സുന്ദരി. ഇങ്ങനെ നിങ്ങൾ കറക്കി നിർത്താൻ ഫോട്ടോ എടുത്തോണ്ട് നിർത്തണം കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ ആ വഴി പോവും. വെള്ളം വെള്ളം ദിശ മാറിപ്പോയിരിക്കുന്നു ചെറുതായിട്ട്. കുറച്ചൂടെ ചൂട് 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 ചൂട്. ആ എത്തി. കണ്ണ് തുറക്കരുത് കേട്ടോ. കണ്ണ് തുറന്നെങ്കിൽ ഞാൻ എപ്പോഴും എത്തൂല ഇവിടെ. അതൊക്കെ അഭിനയത്തിന്റെ ഭാഗമാണെങ്കിലോ, ഇത്രയും ആൾക്കാരെ അഭിനയിപ്പിക്കുന്ന ആളല്ലേ. ഞാൻ ആക്ടർ അല്ല. ആ കണ്ണ് ചെറുതായിട്ട് തുറന്നത് ഇല്ല. പോലെ. ഇല്ല ഇല്ല, ഓ സത്യമായിട്ട് തോന്നുന്നില്ലേ? തുറന്നിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. കുത്തിക്കോട്ടെ. എനിക്ക് പലതും ചോദിക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ഈ ബോഡിയിൽ നിന്ന് ഇത്രയും ദൂരം ഓ അതെ, ഒരു കൈ ഉപയോഗിച്ചാൽ മതി, കണ്ണോ കിട്ടുന്നില്ല. ഏകദേശം ഇവിടെ ആയിട്ടാണെങ്കിൽ മുക്കിലോ. നെറ്റിയില. കറക്റ്റ് അല്ല, നെറ്റിയില. ആ നെറ്റിയിലാണല്ലേ. ഇവിടെ കൊണ്ട് ഇത് ഇത് എഴുതി വെക്കട്ടെ, വിഷ്ണു. ആ കുട്ടി കുറച്ച് ആ ധൃതിയിൽ ഇനി ഇറങ്ങിയപ്പോ ഇനി അനുശ്രീ ചേച്ചി. ഞാൻ എവിടെ കൊണ്ട് വാ, തിരിക്കുക. കറങ്ങിട്ട് അതെ, എന്റെ കൂട്ടി എന്നെ കറക്കി അങ്ങോട്ട് തന്നെ നിർത്തണേ. കണ്ണ് തുറക്കണം നമുക്ക് തോന്നും, തുറക്കരുത്. ഫോട്ടോ ക്യാമറ ഇത് പ്രശ്നമാണ്. ഇല്ല ഇങ്ങനെ നല്ലല്ലേ കറക്ക്. കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അയ്യോ, ഇല്ല ഇതിപ്പോ നിക്കുമ്പോ നീണ്ട ഫോട്ടോ. ചേട്ടൻ ക്യാമറ എന്നാ ഇങ്ങോട്ട് വാ. അങ്ങോട്ടോ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ടേ? ആഹാ, ഇത് കൊള്ളാം. ഡയറക്ഷൻ നോക്കി ആ പൂക്കളത്തിന് കറക്കി വിട്. ആ വേണ്ട, ഇനി പോക്കോളാം. വാ. കള്ളത്തരം ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല. ചവിട്ടി വെക്കാവോ പൂവിടെ ഉണ്ടോ? ആ മുക്കുളം മുക്കുളം. പോവാ. ചെരുപ്പ് ഊരിയിടണോ? വേണ്ട. അമ്മേ എടി എവിടാടി നിങ്ങള്? എവിടെ സംസാരിച്ചേ? ആ പറ്റില്ല പറ്റില്ല. ഒപ്പത്തിലൊക്കെ അഭിനയിച്ച് എങ്ങോട്ട് പോര്. സൗണ്ട് വരുന്നോ? വാ വാ. അതെ, ഞാനിപ്പോ എവിടെയാ നിക്കണേ? നന്നായി. ഹോളിഡേ ഇൻ ഹോട്ടലിൽ എന്നൊക്കെ. ഡയറക്ഷൻ തെറ്റിയോ? ആ തെറ്റിയില്ലോ. അപ്പൊ അതിനെ അവര് മാറിയോ? നിങ്ങൾ സംസാരിക്കേ. ഹലോ ഹലോ ഹലോ. നിങ്ങളെ മിണ്ടില്ലേ? ചെറുതായിട്ട് കണ്ണു തുറക്കട്ടെ. കണ്ണ് തുറക്കട്ടെയോ? ചോദിച്ചിട്ട് പറ്റില്ല. അമ്മേനെ തൊട്ട് സത്യം വെച്ചാണ്. ഇനി എടേ എവിടെയാണ് ഞാൻ നിക്കണേ ഇപ്പൊ? സംസാരിക്കാരെങ്കിലും. ഇല്ല, മിണ്ടല്ലേ അപ്പൊ ഇവിടെ മിണ്ടിക്കഴിഞ്ഞാൽ ക്യാമറയോ? ക്യാമറ പല സ്ഥലങ്ങളിലുണ്ട്, ചുറ്റിപ്പറ്റി. നിങ്ങൾ കാര്യം പറ. അനു എവിടെയാ ഞാൻ? കാര്യം പറ. ഞാൻ എവിടെ അങ്ങ് പോയോ? മിണ്ട്. ഫുൾ കള്ളത്തരാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്തു. ഇല്ല ശേഷു ചേട്ടാ വോയിസ്. ഞാൻ നേരത്തെ എവിടെ പോയി? അവിടോ? ആ ഇനി വിഷ്ണു ചേട്ടന്റെ പണി. സംഭവമൊക്കെ അഭിനയൊക്കെ ഓക്കെ, എന്നെക്കാട്ടിലും ഇതായിട്ട് തൊട്ട് കഴിഞ്ഞാൽ പണി മാറും. എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് ഡയറക്ഷൻ മാറിപ്പോയിട്ടോ. കണ്ണ് ഇനി തുറക്കരുത് മറ്റേ കേട്ടോ. ഇതേ ഞാൻ വിഷ്ണു ചേട്ടനെ നോക്കി നിക്കണേ. വിഷ്ണു ചേട്ടൻ ഇവിടെ ഇല്ലേ? വിഷ്ണു ചേട്ടൻ നേരത്തെ പിടിച്ച എങ്ങനെ പോസ്റ്റർ മൊത്തം ഇത്രയും, ഇത് മറ്റേ നേരെ ഇങ്ങനെ വരണം. സെന്റിമീറ്റർ അളക്കണം. കറക്റ്റ് ആണോ? തുടങ്ങണം. അയ്യോ അല്ല, കുറച്ചുകൂടെ റൈറ്റിലേക്ക്. ടിങ് 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 ടിങ്. ഇവിടെ മതിയോ? എല്ലാതും തലമുടിയാ. ഹൈ, അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. വിഷ്ണു ചേട്ടനെ വിശ്വസിക്കാവോ എനിക്ക്? ലോകത്താരെ വിശ്വസിച്ചാലും. അതാണ്. എന്താ ലീഗിലേക്ക് പറയുന്നത്? അയ്യോ തലയില്. നേരത്തെ അപ്പൊ ഞാൻ എവിടെ പോയി? അവിടെയോ? ഇവിടെ എന്റെ പൊട്ടിനെക്കാട്ടി ക്ലോസ് ആയിട്ട് തുടരുത് അത്ര. ഓക്കെ, ഇനി നിക്കില്ല. നീ എന്നെ ഇവിടെ തന്നെ കറക്കി വിടും. എന്നെ ദൂരെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ അത് വിട്ടോടെ എന്നെ ഹോളിഡേ കടന്നു പോകും പുറത്തെവിടെ. ഞാൻ ഏത് വഴി പോകും? കറക്കട്ടെ. നിഖിലെ കണ്ണ് തുറക്കല്ലേ. ഇവിടെ തന്നെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. പ്രത്യേകിച്ച് നിഖിലേക്ക് കറക്റ്റ് എല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കി വന്നിരിക്കുക. നമ്മൾ എവിടെ എത്തി? എനിക്കറിഞ്ഞൂടാ. നമ്പരാ, അതൊന്നും വിശ്വസിക്കണ്ട, നമ്പരാ. അയ്യോ ഇല്ല, ഞാൻ തുറന്നേ. സത്യം പറ. കണ്ണ് തുറക്കില്ല, നോക്കില്ല, സത്യം പറ. ഇനിയിപ്പൊ നിനക്ക് സത്യമായിട്ട് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ? കണ്ണു നോക്കില്ല. ആ പോട്ടെ. പോകോ. ഇത് ഞാനാ. നീയാ.
ആരും ശബ്ദിക്കരുത്. വിഷ്ണുവേട്ടൻ അവിടെ നിന്ന് ഹിന്റ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പിന്നെ നീയാണോ? ഇത് ഞാൻ തന്നെ പിന്നെ. അമ്മേ ഇതെവിടെയാ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇത് നീ ഒറ്റയ്ക്ക് ഇരുന്ന കസേര. അപ്പൊ ഞാൻ ഇവിടെ എത്തി. ഇവിടെ എവിടെയായിരുന്നല്ലോ. ഇത് പിന്നെ നീയാണോ? ഇത് നീയാണോ? ഞാൻ പിന്നെ കൂടെ വരികയാണോ? ഞാൻ വീഴാണ്ടിരിക്കാൻ വേണ്ടിട്ടേ. ഇതാ ശെത്തിപ്പെട്ടു. അളവെടുത്തോ വിഷ്ണുവേട്ടൻ എടുത്ത് അളവ് വെച്ച് ഓഹോ ഇവിടെ ആയിട്ട് വരും. കറക്റ്റ് ആണോ? അങ്ങനെ പറയുന്നത്. അതോ അങ്ങനല്ല. അല്ല കണ്ണില്ല. ഇത്തിരി താഴെ. ഓക്കെ. വിഷ്ണുവേട്ടൻ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. സത്യ. എന്നാ ഒന്നുകൂടെ തപ്പണം. എന്റെ പോലെ നീല പാളിയല്ലേ വിഷ്ണുവേട്ടൻ ഇത്രയും പ്രശംസിക്കാറില്ല. പാളിയെന്ന് എനിക്കറിയാം. ഇവിടെ ഇതിപ്പോ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടൻ കണ്ണൂർന്നാണല്ലോ വന്ന്. ഇത് ഇനി ആരും അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. ആരും ശബ്ദം ഉണ്ടാക്കി ഹിന്റ് കൊടുക്കരുത് എന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുന്നു. കണ്ണടയ്ക്കൂ. സത്യം ചെയ്യണം. കണ്ണ് തുറക്കില്ല. തിരിയാ നമുക്ക് വേണമെങ്കിൽ 2 റൗണ്ട് നടന്നിട്ടൊക്കെ വരാട്ടോ. നിങ്ങൾ തിരിയണ്ടേ? എന്നാലും അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഓക്കെ. എടാ ദിഗംബര, നീ എവിടെ പോയി? ഇത് നിനക്ക് കണ്ണൂർ നടന്നപ്പോരെ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. കണ്ണു തുറന്നു. ഞാൻ കണ്ടു. അടുത്ത കസേര എത്തി. ഇവിടെ മാറ്റിയല്ലേ നിങ്ങള്? എന്താണെങ്കിലും ഇവിടെ നിന്റെ സുന്ദരി. സുന്ദരി വീട്ടിൽ പോയടാ. ഞാൻ ഈ ഡോറി കൂടെ തുറക്കാൻ പറ്റില്ല ഡോറ്. തിരിഞ്ഞു വാ. ചൂട് അയ്യോ അങ്ങോട്ട് എന്തെങ്കിലും പരിപാടി തീർന്നു. ഹോട്ടല് തീർന്നു. തിരിഞ്ഞു വാ. അതൊക്കെ ചുമരാ. ഒന്നുകൂടെ ശ്രമിക്കാം. നേരാണോ? നേരല്ല. പോരെ. കറക്റ്റാ. പോരെ. ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ. അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. നീ വരച്ചോ ഇനി? മലനിരകളൊക്കെ നോക്കി വരയ്ക്കാൻ പോകുന്നു. അളവ് ഇല്ല തുറന്നിട്ടില്ല. സിന്ദൂരം തൊടുവാൻ തോന്നുന്നു. കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. തൊട്ടാ ഇവിടെ തൊട്ടത്. ഇവിടെ എന്റെയാണ് ഏറ്റവും ക്ലോസ്. ഇത് വിഷ്ണുവേട്ടന്റെ പൊട്ട്, ഇത് നീഗിലയുടെ പൊട്ട്, അനുശ്രീ ചേച്ചിയുടെ പൊട്ട് ഇവിടെ, ഇത്
അനുമോൻ ചേട്ടൻ. ഞാനല്ലേ വിജയ്. നമ്മൾ രണ്ട് അറ്റ്ലീസ്റ്റ് നെറ്റിയിലെങ്കിലും വന്നു അല്ലെ. അപ്പോ വിഷ്ണുചേട്ടനാണ് വിജയ്. വിഷ്ണുചേട്ടനുള്ള സമ്മാനം കൊടുക്കുക ആരാന്ന് വെച്ചാല് സമ്മാനം ലാസ്റ്റ് തരുമായിരിക്കും. അയ്യോ കൊടുത്തില്ലാന്ന് മുണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സെപ്റ്റംബർ 20 ഇറങ്ങുന്ന അതെ, ഓക്കെ. സോ സെപ്റ്റംബർ 20 ഇറങ്ങുന്ന നമ്മുടെ കഥ ഇന്ന് വരെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാരും പറയണം. ഫ്രം ഡയറക്ടർ ടു കഥ ഇന്ന് വരെ ഇറങ്ങണം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അതൊരു ആത്മാർത്ഥത ഇല്ലാത്ത പറച്ചിലാണ്. പിന്നെ ഓണം ആശംസിക്കണ്ടേ നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ? സെപ്റ്റംബർ 20 വിഷ്ണുവേട്ടൻ സംവിധാനം ചെയ്ത കഥ ഇന്ന് വരെ മേതുൽ ദേവികയും ബിജു മേനോനും അഭിനയിച്ച കൂടെ അനുശ്രീയും അനുമോഹനും നിഖില വേമലും ഹക്കീം ഷാ ഇല്ലേ അവന്റെ പേരില്? ഹക്കീം ഷാ അഭിനയിച്ച കഥ ഇന്ന് വരെ സെപ്റ്റംബർ 20 റിലീസാവും. ഓണക്കാലത്ത് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ എത്തുകയാണ്. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങേരെ അറിയിക്കും. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും ബുക്ക് മൈ ഷോ ആപ്പ് തുറന്ന് അതിൽ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുന്നവർക്കും ഞങ്ങളുടെ സ്നേഹവും പിന്തുണ. അങ്ങനെ പടം വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും നല്ല സിനിമയൊക്കെ ചെയ്യും. അല്ലെ ഞങ്ങളെ വിളിക്കൂ. അതിലായിരിക്കണം ഭാവി. തീർച്ചയായിട്ടും തീർച്ചയായും വീണ്ടും സിനിമകളൊക്കെ ചെയ്യണം. പെട്ടെന്നൊന്നും ഞങ്ങളെ ഫീൽഡ് ഔട്ട് ആക്കരുതെന്ന്. അപ്പോൾ സെപ്റ്റംബർ 20 ഇറങ്ങുന്ന കഥ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും നല്ല ട്രെയിലറൊക്കെ കണ്ടിട്ടുള്ള കാര്യമായിട്ടോ പറയണത്. കാണാൻ തോന്നുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം എന്താ പറയുക, എല്ലാവർക്കും നല്ല ബെസ്റ്റ് വിഷസ് ആൻഡ് സിനിമ നന്നായിട്ട് തന്നെ ഓടി അടിപൊളിയാവട്ടെ. പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളെ ഓണം എല്ലാവർക്കും. അപ്പൊ ആരാണ് ആദ്യം ഹാമ്പർ മേടിക്കാൻ വരുന്നത്? വിഷ്ണുചേട്ടൻ. അപ്പോൾ ഹോളിഡേ ഇന്നിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓണം ഗിഫ്റ്റ് ഹാമ്പറാണ്. താങ്ക് യു ഹോളിഡേ. താങ്ക് യു. ഇനി അനുസരിച്ച് കമോൺ. താങ്ക് യു. ഓണത്തപ്പനുണ്ട്, ഒളിച്ചിരിക്കാതെ തോണിയുണ്ട്, എല്ലാം ഉണ്ട്, സെറ്റ് മുണ്ടുണ്ട്, പാലടയുണ്ട്, പിന്നെ അച്ചാറാന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് പിന്നെ. ബാക്കി കൊടുക്കട്ടെ. ഓക്കെ, ഇനി നീലാവിമൽ ചേച്ചി. നീയും വിളിക്കണില്ല ചേച്ചി. സ്നേഹം കൊണ്ടാണ്. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് വീട്ടിൽ പോയിട്ട്. ഇനി അനു ചേട്ടൻ. ഹാപ്പി ഓണം.